ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വൃന്ദാവനമാണ്. അജയനുമായിട്ടുള്ള വിവാഹത്തിന് താൻ സമ്മതിക്കാൻ പോവുകയാണെന്ന് ആതിര പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. അതേസമയം സച്ചി അർച്ചനയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ അർച്ചന ഈ കാര്യങ്ങളെല്ലാം സച്ചിയോട് പറയുന്നു. തുടർന്ന് സച്ചിയും ആതിരയോട് സംസാരിക്കുന്നുണ്ടെങ്കിലും താൻ വിവാഹത്തിന് സമ്മതിക്കാൻ പോവുകയാണെന്നും തനിക്ക് കൂടുതലായി ഒന്നും പറയാനില്ലെന്നും പറഞ്ഞ് ഫോൺ അർച്ചനയ്ക്ക് കൊടുക്കുകയാണ് ആതിര. എടോ, ഇപ്പോൾ ആതിരയുടെ മനസ്സിൽ എന്തൊക്കെയോ ടെൻഷനുണ്ട്. താൻ എന്താണെങ്കിലും ഇനി കൂടുതലായി ഒന്നും പറയാൻ നിൽക്കണ്ടെന്നും സച്ചി പറയുന്നു. തുടർന്ന് അർച്ചന പറയുകയാണ്, നീ സന്ദീപിനെ കുറിച്ച് എങ്ങനെയൊക്കെ വിശ്വസിച്ചാലും ശരി, ഞാനും സച്ചിയേട്ടനും ഒരിക്കലും സന്ദീപിനെ കുറിച്ച് അങ്ങനെയൊന്നും വിശ്വസിക്കില്ല. നീ എൻ്റെ അനിയത്തിയാണെന്ന് പറയാൻ എനിക്കിപ്പോൾ അപമാനമാണെന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന പോകാനൊരുങ്ങുമ്പോൾ ആതിര പറയുകയാണ്, ചേച്ചി ഒന്ന് നിന്നേ, എനിക്ക് ചേച്ചിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം സന്ദീപിനെ കാണാതെ പോയതിന്റെ പിറ്റേന്ന് തന്നെ അവന്തിക ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. സന്ദീപും അനഘയും കൂടി ഒളിച്ചോടിപ്പോയെന്ന് അവന്തിക പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചില്ല. തുടർന്ന് അവന്തിക പറഞ്ഞത് എന്താണെന്ന് ചേച്ചിക്കറിയാമോ? സന്ദീപിനെ കടത്തി വെച്ചിരിക്കുന്നത് അവരാണ്. സന്ദീപിനെ അടിച്ചവശനാക്കിയ ഫോട്ടോയും അവരെനിക്ക് കാണിച്ചു തന്നു. മര്യാദയ്ക്ക് ഞാൻ അജയനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ സന്ദീപിനെ വെള്ള പുതപ്പിച്ച് കിടത്തുമെന്ന് പറഞ്ഞാ അവരിവിടെ നിന്ന് പോയത്. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ആതിര പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. സന്ദീപിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ ഈ വിവാഹത്തിന് സമ്മതം പറയാൻ പോകുന്നത്. പിന്നെ അജയനുമായിട്ടുള്ള വിവാഹം, ആ വിവാഹം നടന്നാലും അന്നത്തോടെ തന്നെ തൻ്റെ ജീവിതം അവസാനിപ്പിക്കും ഈ ആതിര. എന്നാലും സന്ദീപിന്റെ ജീവൻ രക്ഷപ്പെടുമല്ലോ, അത് മാത്രം മതി എനിക്കെന്ന് ആതിര പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. അങ്ങനെ അവരവന്തിയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അജയൻ വൃന്ദാവനത്തിലേക്ക് വരികയാണ്. അജയനെ കണ്ടയുടൻ തന്നെ മീര അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്തായിരിക്കും ഇപ്പോൾ അനൂപ് എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചത് എന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് അജയൻ. തുടർന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ അനൂപ് പറയുകയാണ്, നിന്റെയും ആതിരയുടെയും വിവാഹ നിശ്ചയത്തിന്റെ കാര്യം പറയാനാ വിളിപ്പിച്ചത്. അജയൻ അമ്മയോടും അച്ഛനോടും നേരം കിട്ടുന്നത് പോലെ ഇങ്ങോട്ടേക്ക് വരാൻ പറയണം. നമുക്ക് ഡേറ്റ് എടുക്കണ്ടേ? അതെന്താ ഇത്ര പെട്ടെന്ന് നടത്തുന്നത്? പൈസ എല്ലാം റെഡിയായോ എന്ന് അജയൻ ചോദിക്കുമ്പോൾ അനൂപ് പറയുകയാണ്, ആദ്യം നമുക്ക് എന്താണെങ്കിലും നിശ്ചയം നടത്തി വെക്കാം. അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം വിവാഹവും. അജയൻ എന്താണെങ്കിലും വീട്ടുകാരോട് ഇവിടം വരെ വരാൻ പറയാൻ അനൂപ് പറയുമ്പോൾ അജയൻ പറയുകയാണ്, അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ തന്നെ ഒരു ഡേറ്റ് എടുത്ത് പറഞ്ഞാൽ മതി, എൻ്റെ വീട്ടുകാർക്ക് അതിന് സമ്മതമായിരിക്കും. തുടർന്ന് മീര പറയുകയാണ്, പിന്നെ അജയ, മറ്റൊരു കാര്യം കൂടി ഞങ്ങൾക്ക് പറയാനുണ്ടായിരുന്നു. എന്താ കാര്യമെന്ന് അജയൻ ചോദിക്കുമ്പോൾ മീര പറയുകയാണ്, അത് പിന്നെ ആതിരയ്ക്ക് ആദ്യം ഒരു ചെറുക്കനുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, അവൻ വേറെ ഒരു പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടിപ്പോയി. ഇത് കേൾക്കുന്ന അജയൻ പറയുകയാണ്, ആതിരയുടെ ജീവിതത്തിലെ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. എനിക്ക് ആതിരയെ മാത്രം മതി. ആതിരയും ഞാനുമൊത്തുള്ള ഇനിയുള്ള ജീവിതം മാത്രമേ എൻ്റെ മുമ്പിൽ ഇപ്പോഴുള്ളെന്ന് അജയൻ പറയുമ്പോൾ ഇത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അനൂപും മീരയും. അല്ല, ആതിര എവിടെ? കണ്ടില്ലല്ലോ എന്ന് അജയൻ പറയുമ്പോൾ മീര പറയുകയാണ്, അത് പിന്നെ അവളുടെ ചേച്ചി അർച്ചന വന്നിട്ടുണ്ട്, രണ്ടുപേരും കൂടി മുറിയിലിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന അജയൻ ഒരു ഞെട്ടലോടെ മീരയെ നോക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.